ഓക്കെ, ഓരോ കാഴ്ചകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിൽ നിന്നുള്ള, പല ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അഖിൽ കെ ചേരുന്നു. അഖിൽ, പറയൂ, എത്രത്തോളമായി ചടങ്ങുകൾ? നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അല്ലേ? റോഷ്നി, പാർവതി, തീർച്ചയായും. കാരണം ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. സാധാരണഗതി, അതായത് മുൻവർഷങ്ങളൊക്കെ തന്നെ നവരാത്രി ദിവസം ആരംഭിക്കുന്നത് 9 ദിവസം മുൻപ് തന്നെ ഇവിടെ കലാമണ്ഡപത്തിലൊക്കെ കലാഘോഷങ്ങളൊക്കെ നടക്കും. പക്ഷേ ഇത്തവണ അതിലും മുൻപ്, അതായത് 14 ദിവസമാണ് ഇത്തവണ കലാമണ്ഡലത്തിൽ കലാ ഉപാസന നടന്നിട്ടുള്ളത് എന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ വലിയ തിരക്കാണ് എഴുത്തിനിരുത്താൻ. കാരണം വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. എഴുത്തിനിരുത്തും വിദ്യാരംഭത്തിനും ഒക്കെ തന്നെ വലിയ പ്രാധാന്യം നൽകിയ ഒരു ക്ഷേത്രമാണ് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടേക്ക് ഇത്തവണ ഇവർ പ്രതീക്ഷിക്കുന്ന 20,000-ഓളം കുട്ടികൾ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 40 കാർമ്മികരാണ് ഇത്തരത്തിൽ കുട്ടികൾ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ഉള്ളത് എന്നുള്ള 40 കാർമ്മികർ നേതൃത്വത്തിലാണ്. നമുക്ക് ഇവിടെ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഒതുങ്ങിയിരുന്ന് എഴുതുന്ന കുട്ടികളുണ്ട്, വളരെ വാശി പിടിച്ച് കരയുന്ന കുട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സ്വാഭാവികമാണ്. കുറച്ചുപേർ വളരെ ഒതുങ്ങിയിരുന്ന് യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ വളരെ ഭംഗിയായി തന്നെ എഴുത്തിനിരുത്തും. പക്ഷേ ചിലരൊക്കെ കുറച്ച് വാശിയൊക്കെ പിടിച്ച് ചിലപ്പോൾ അമ്മമാരുടെ മടിയിലേക്ക് ഇരുന്നായിരിക്കും എഴുതുക. കാർമ്മികരുടെ മടിയിലേക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചിലപ്പോൾ തയ്യാറാവാതിരിക്കും. അതൊക്കെ നമ്മളിങ്ങനെ കാണുന്നതാണ്. ആ അരിയിൽ അങ്ങനെ ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എഴുതിയതിന് ശേഷം പിന്നീട് ഈ സ്വർണം കൊണ്ട് കുട്ടികളുടെ നാവിൽ എഴുതി കൊടുക്കുന്നു. അങ്ങനെ ആദ്യാക്ഷരം കുറിക്കുന്നു. അടുത്ത തലമുറയാണ് നമ്മുടെ ഒരു ഭാവി തലമുറ എന്നൊക്കെ പറയുന്നത്. അവരുടെ വിദ്യാരംഭത്തിന്റെ നമ്മൾ മനുഷ്യരാശിയിൽ ഏറ്റവും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആത്യന്തികമായി എല്ലാവർക്കും വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്, കുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുക എന്ന്. അപ്പോൾ അതിന്റെ ഒരു തുടക്കം കുറിക്കുകയാണ് കുരുന്നുകളൊക്കെ തന്നെ ഇവിടെ എന്നുള്ളതാണ്. നമുക്ക് കർമ്മനോട് ഒരു ചോദിക്കാം. രാവിലെ 4 മണിക്ക് നമ്മൾ തുടങ്ങിയതാണ്. അതെ, 4 മണിക്ക് തന്നെ തുടങ്ങിയതാണ്. തവണ എങ്ങനെയുണ്ട്? തുടങ്ങണതേ ഉള്ളൂ, തിരക്കായി തുടങ്ങണതേ ഉള്ളൂ. നദിയിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ എങ്ങനെ നീണ്ടു പോകാറുണ്ട്? ഉണ്ട്. 1 മണി 1:30 വരെയൊക്കെയാണ് സാധാരണ എല്ലാ വർഷവും. കഴിഞ്ഞ വർഷം 1:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ആ ഒരു തിരക്ക് പ്രതീക്ഷ ഉണ്ട്, തിരക്ക് വരും. കാരണം ഇത് നേരത്തെ വന്ന് രസീത് എഴുതുമായിരുന്നു. ഇപ്പോൾ കുറേ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടാവുന്നത്. ഈ ഓൺലൈനിൽ ബുക്ക് ചെയ്തവര് അവരുടെ ആ സമയം നോക്കി അവർ പതുക്കെ വരുള്ളൂ. അതിൻ്റെയാണ് ഈ തിരക്ക്. രാവിലെ ശക്കലം ഇതായിരുന്നു, പക്ഷെ ഇപ്പം തിരക്ക് വന്നു തുടങ്ങി. നല്ല ഇതായ അത് തന്നെയാണ് റോഷ്നി, പാർവതി. അത് വലിയ തിരക്ക് ക്ഷേത്രത്തിലുണ്ടാവും. കാരണം മറ്റു സ്ഥലങ്ങളിൽ വിഭിന്നമായി ഉച്ചവരെയൊക്കെ ഇങ്ങനെ നീണ്ടു പോകാറുണ്ട്. ഇത്തവണയും അത്തരത്തിലേക്ക് തന്നെ പോകാൻ. കാരണം ഈ ബുക്കിംഗ് ഉള്ളവരുണ്ട്, അല്ലാതെ ബുക്ക് ചെയ്യാതെ ഇവിടേക്ക് നേരിട്ടെത്തുന്നുണ്ട്. അവസാന ആളായ എത്ര പേര് വരുന്നു ആ ആളെയും അല്ലെങ്കിൽ ആ കുട്ടിയെയും എഴുത്തിനിരുത്തിയ ശേഷമാണ് ഇവിടേക്ക് പോവുക എന്നുള്ളതാണ്. നമുക്ക് തീരെ ചെറിയ കുട്ടികളുണ്ട്, ചിലരൊക്കെ ഇവിടെ വാശി പിടിച്ച് കരയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് സ്വാഭാവികമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അധ്യക്ഷരെ കുറിക്കുമ്പോൾ ചിലർക്കൊക്കെ കുറച്ച് വാശി ഉണ്ടാവും. ചിലർ ഈ തന്ത്രന്മാരുടെ കാർമ്മികരുടെ മടിയിലൊന്നും ഇരിക്കാൻ തയ്യാറാവില്ല. അവർ അവരുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെ ഒക്കെ മടിയിലിരുന്നായിരിക്കരുത്. അപ്പോൾ പോലും ഈ വാശി പിടിച്ച് കരയുന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതൊരു അങ്ങനെ കരഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ അവർ ആദ്യാക്ഷരം കുറിക്കുന്നവരുണ്ട്. പക്ഷേ വളരെ ശാന്തരായി ഇരുന്നു കൊണ്ട് ആദ്യാക്ഷരം കുറിക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെയാണ്. ഒരുപക്ഷെ അവർ അറിയുന്നുണ്ടാവില്ല അവർ ഇത്തരത്തിൽ വാശി പിടിച്ചായിരിക്കും അവർ എഴുത്തിരുത്തിയത്, അല്ലെങ്കിൽ അവർ ആദ്യാക്ഷരം കുറിച്ചത് എന്നുള്ളത്. ഭാവിയിലേക്കുള്ള ഒരു നല്ല ഓർമ്മയാണ്. പണ്ട് ഒരുപക്ഷെ നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ ഇത്തരത്തിൽ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ ഇത് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ പിന്നീട് ഇവർ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ ഒരു കൗതുകം തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും നിരവധി കുട്ടികളാണ് ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകമായി ക്യൂ സംവിധാനങ്ങളുണ്ട്. അതായത് ഇവിടേക്ക് എത്തുന്ന അധ്യക്ഷൻ കുറിക്കാൻ എത്തുന്നവർക്ക് ഒരു വരി, അല്ലാത്തവർക്ക് മറ്റൊരു വരി എന്ന രീതിയിൽ പ്രത്യേകമായി ഒക്കെ തന്നെ കുറിച്ചിട്ടുണ്ട്. നമുക്ക് രക്ഷിതാക്കളിലേക്ക് മോളുടെ അധ്യക്ഷൻ ശരി അഖിൽ, എന്തായാലും നമുക്ക് ഏറെ സന്തോഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ജില്ലകളിൽ നിന്നുള്ള, വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ. കുട്ടികൾ എഴുതിയും വായിച്ചും ഒക്കെ തുടങ്ങുകയാണ്.